സ്വാമി വിവേകാനന്ദനോട് വിദേശത്ത് വെച്ചൊരു സായിപ്പ് ചോദിച്ചത്, നിങ്ങളിങ്ങനെ ഈ ലൂസായിട്ടുള്ള കാവി ജുബയും ഇതുപോലത്തെ ഒക്കെ ഇട്ട് നടന്നാൽ ആരെങ്കിലും അടിക്കാൻ വന്നാൽ ഓടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, വരുന്നവരൊക്കെ എന്നെ ആക്രമിക്കാനാണ് വരുന്നത്, ഞാനെന്തിനാ ചിന്തിക്കുന്നത്, അത് നിങ്ങളുടെ ചിന്തയാണ്. ആര്യന്മാർ വന്ന് സിന്ധു നദിയുടെ നാഗരികതയിൽ ആക്രമിച്ച് അവിടുത്തെ ആദിമവാസികളെ ഓടിച്ചു. ഇപ്പോൾ ഓടിച്ചപ്പോൾ അവരെങ്ങോട്ട് ഓടി? 90 ഡിഗ്രി ലംബമായിട്ട് ഓടിക്കുക. മനുഷ്യനെ ആരെങ്കിലും ഇപ്പോൾ ഇവിടെ ആരെങ്കിലും എന്നെ ആക്രമിക്കാൻ വന്നാൽ ഞാൻ 90 ഡിഗ്രിയിലാണ് ഓടുക. ഈസിയസ്റ്റ് വേ ആണോ തിരഞ്ഞെടുക്കുക? ഈ വിദ്യാഭ്യാസം പോലും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തലത്തിൽ ഒതുങ്ങേണ്ടതല്ല, അതിനപ്പുറത്ത് ബോധതലത്തിലേക്ക്, കോൺഷ്യസ്നസ് ലെവലിലേക്ക് വിദ്യാഭ്യാസത്തെ ഉയർത്തേണ്ടതാണ്. ഐസർ, പൂണ ഐസറിൻ്റെ ഗൈഡ് ബുക്ക് വായിക്കാനിടയായി ഞാൻ. ഒരു പ്രത്യേക പാഠഭാഗം, അതിൽ ശാസ്ത്രം, സാങ്കേതിക ശാസ്ത്രം, മെഡിസിൻ, ഇതിൻ്റെയൊക്കെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട, ഗൈഡ്സിന് ശ്രദ്ധിക്കേണ്ട ഗൈഡ് ലൈൻസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു ഭാഗം ഹിസ്റ്ററി ഓഫ് സയൻസ്, മെഡിസിൻ, ഇതെല്ലാമാണ് കാലങ്ങളായിട്ട് നമ്മളെല്ലാം പറയുന്നതാണ്. ഭാരതത്തിലെ ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെ ചരിത്രം, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ ചരിത്രം ഭാരതം എവിടെയായിരുന്നു എന്നുള്ള പഠിപ്പിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് വായിച്ചു നോക്കുമ്പോഴാണ് ഞെട്ടിപ്പോയത്, തെറ്റിദ്ധരിക്കപ്പെട്ടു പോയല്ലോ ടൈറ്റിൽ വായിച്ചിട്ടെന്ന് തോന്നിപ്പോയത്. ആദ്യം തന്നെ എഴുതിയിരിക്കുന്നത്